അർദ്ധരാത്രി ന്യൂഡൽഹിയിലെ ഭരണഘടനാ സമിതിയുടെ സമ്മേളന ഹാൾ അധ്യക്ഷവേദിയിലെ നാഴികമണി സൂചി 12 റോമൻ അക്കത്തിലേക്ക് നീങ്ങുന്നു. അർദ്ധരാത്രിയെ സൂചിപ്പിക്കുന്ന മണിനാദത്തിന് കാത്തുകൊണ്ട് ഹാളിനുള്ളിൽ പ്രതിനിധികൾ തലകുനിച്ച് ധ്യാനനിരതരായി നിൽക്കുന്നു. അവരിൽ പല ദേശങ്ങളിലും നിന്നുള്ളവരുണ്ട്. ഭാഷയിലും വേഷത്തിനും വ്യത്യസ്തത പുലർത്തുമ്പോഴും അവരുടെ മനസ്സിൽ ഒരു വികാരമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യ എന്ന വികാരം. ആ രാത്രി ജന്മമെടുക്കുന്ന രാഷ്ട്രത്തിന്റെ പ്രതിനിധികളാണ് അവരെല്ലാം. 12ാമത്തെ മണിനാദത്തിന്റെ മറ്റൊരു നേർച്ചപ്പോൾ സുദീർഘമായ നാദം ബാംഗ്ലൂരിൽ നിന്ന് ഉയർന്നു. എണ്ണമറ്റ നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ നിന്ന് വരുന്ന ശബ്ദം, ഒരു രാഷ്ട്രത്തിന്റെ ജനം കുറിക്കുന്ന കാഹളം. രാജ്യത്തെ ജനതയെ അടിച്ചമർത്തിയും സംസ്കാരങ്ങൾ തുടച്ചുറച്ചും 39 കൊല്ലം ജയയാത്ര നടത്തിയ യുദ്ധത്തിന്റെ സമാപനം കുറിക്കുന്ന കാഹളം. സ്വാതന്ത്ര്യ ഭാരതം പിറക്കുകയായി. ജീവൻ കൊടുത്തു പൊരുതിയ ധീരദേശാഭിമാനികൾ കാത്തിരുന്ന സമ്മോഹന മുഹൂർത്തം. വിദേശ ഭരണത്തിന്റെ നുകത്തിലും കീഴികൾ ഞെരിഞ്ഞമർന്ന മനുഷ്യരുടെ ആഹ്ലാദം അണപൊട്ടിയ നിമിഷം. എത്രയോ ദേശാനികളുടെ വിയർപ്പും കണ്ണീരും ചോരയുമുണ്ട് ആ സ്വാതന്ത്ര്യപ്രിയതയ്ക്കു പിന്നിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇതിഹാസ രാമായണമായി പോരാട്ടയുടെ കഥയാണ്. മരണപ്പെട്ടുപോയ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ ധീരഹാസ്യകരമായ ദേശാഭിമാനികൾ പോരാടിയ കഥ. അവരുടെ ഉദാത്തമായ രാജ്യവും ഉന്നതമായ ജീവിത ദർശനവും സ്വാതന്ത്ര്യ ഭാരതത്തിൽ പിറന്നു വീണ ഓരോരുത്തരെയും ഓരോ നിമിഷവും ഓർത്തിരിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.